അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും കൃപയും സമാധാനവും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32 അധ്യായം 12-13 വാക്യങ്ങൾ. പ്രഭാഷകൻ 32, 12-13 വാക്യങ്ങൾ. അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ ദൈവത്തെ ഈ കാര്യത്തിന് വേണ്ടി നീ സ്തുതിക്കുക. ഒരുപാട് ദൈവമക്കളുടെ ജീവിതത്തിൽ തകർച്ച ക്ഷണിച്ചു വരുത്തുന്ന പാപത്തിന്റെ ഒരു മേഖലയാണിത്. അഹങ്കാരപൂർവമുള്ള സംസാരം. ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവത്തെ, സ്രഷ്ടാവിനെ വിസ്മരിച്ച് സ്രഷ്ടാവിന് നന്ദി പ്രകാശിപ്പിക്കാതെ, സ്രഷ്ടാവിന് ആരാധന കൊടുക്കാതെ, ജീവിതത്തിന്റെ നന്മകളെ കണ്ട് അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്ത് തകർച്ച വിളിച്ചു വരുത്തുന്ന ദൈവമക്കളെ കുറിച്ച് അച്ഛന്റെ കഴിഞ്ഞകാല ശുശ്രൂഷ ജീവിതത്തിൽ അറിയാനിട വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹ്റിനിൽ ജോലിയുള്ള ഒരു ദൈവ പൈതൽ അച്ഛൻ്റെ അടുത്ത് വളരെ കണ്ണീരോടെ ഒരു സങ്കടം ഉണർത്തിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇന്ന് തകർന്ന് തരിപ്പണമായി, ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ മുമ്പോട്ടുള്ള എല്ലാ വാതിലുകളും അടഞ്ഞ് ഞാൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴി കിടക്കുകയാണ്. എൻ്റെ മകളെ കെട്ടിച്ചു വിടാൻ ഒരു നിവൃത്തിയില്ല അച്ഛാ. എടവപ്പള്ളിയിലെ വികാരിച്ചൻ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എടുത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്നും എൻ്റെ മകളുടെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ദാരിദ്ര്യത്തിന് നടുവിൽ നിന്നൊരു സഹോദരൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഇടവന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ കാലം ബഹ്റിനിൽ ജോലിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ബഹ്റിനിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്ന് ഓർക്കുന്നൊരു സംഭവം അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അദ്ദേഹം നല്ല സ്ഥിതിയിൽ, വളരെ സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൂടി തീറ്റയും കുടിയെല്ലാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വീമ്പ് പറഞ്ഞതായി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ എൻ്റെ 2 പെൺമക്കളെയും ഒരേ വേദിയിൽ വെച്ച് രാജകീയമായി കല്യാണം കഴിച്ചുവിടാൻ തക്ക വിധമുള്ള സമ്പത്ത് എനിക്കുണ്ട്. അദ്ദേഹം അഹങ്കാരപൂർവ്വം സംസാരിച്ച് ഇന്ന് ഒരു കുട്ടിയുടെ പോലും കല്യാണം നടത്താൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം ദാരിദ്ര്യത്തിൽ കടന്ന് നട്ടം തിരിയുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. പ്രഭാഷകൻ 32, 12, 13 വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11 അധ്യായത്തിലേക്ക് വരാം. 11 അധ്യായത്തിൽ 23 വാക്യം വചനം പഠിപ്പിക്കുകയാണ്, എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി, ജീവിതത്തിൽ സന്തോഷമുണ്ടായി, ജീവിതത്തിൽ സമാധാനം ഉണ്ടായി, ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടായി, എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ എനിക്കിനി എന്ത് കിട്ടാനാണുള്ളത്, ഇനി എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത്, എനിക്ക് വേണ്ടുവോളം കിട്ടി, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് ഇനി എനിക്ക് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. അച്ഛൻ അട്ടപ്പാടിയിലുള്ള ഓരോ കുഗ്രാമങ്ങളിലേക്കും ഭവന സന്ദർശനത്തിനായി ശുശ്രൂഷകരെ പറഞ്ഞയച്ചു. ഒരു സ്ഥലത്ത് ശുശ്രൂഷകർ സന്ദർശനം നടത്തിയപ്പോൾ ഒരു കുടുംബത്തിൽ അവർക്ക് കിട്ടിയ സ്വീകരണത്തെ കുറിച്ച് അവരെന്നോട് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരപ്പനും 6 ആൺമക്കളും, എല്ലാവരും നല്ല ആരോഗ്യമുള്ളവര്, 10 ഏക്കർ ഭൂമി. ആ കുടുംബനാഥൻ മക്കളുടെ മുമ്പിൽ വെച്ച് ഈ സുവിശേഷകനോട് ഈ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്ന വ്യക്തിയോട് പറഞ്ഞത് ഇപ്രകാരം അത്രേ, എനിക്ക് 6 ആൺമക്കളുണ്ട്, ആർക്കും രോഗമില്ല, ആർക്കും ക്യാൻസർ ഇല്ല, ആർക്കും ബുദ്ധിമുട്ടില്ല, അവരെല്ലാം നന്നായി അധ്വാനിക്കുന്നവരാണ്. എനിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്, ആ ഭൂമി മുഴുവൻ കുരുമുളക് ചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്, നല്ല ഭൂമിയാണ്, എനിക്കും ആരോഗ്യമുണ്ട്, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഹങ്കാരപൂർവ്വം ദൈവസന്നിധിയിൽ സംസാരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എനിക്ക് എന്നും നീ പറയരുത്. കാരണം സമ്പന്നനെ ദരിദ്രനാക്കാൻ കർത്താവിന് ഒരു ക്ഷണം മാത്രം മതി. 75 സങ്കീർത്തനത്തിൽ 4 വാക്യം, വമ്പ് പറയരുതെന്ന് അഹങ്കാരിയോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടനോട് ഞാൻ പറയുന്നു. വമ്പ് പറയരുതെന്ന് അഹങ്കാരിയോടും കൊമ്പ് ഉയർത്തരുത് എന്ന് ദുഷ്ടനോട് ഞാൻ പറയുന്നു.
എന്തെന്നാൽ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം സ്രഷ്ടാവായ ദൈവം നൽകിയ ദാനങ്ങൾ മാത്രമാണ്. ഈ വലിക്കുന്ന ശ്വാസം ഒന്ന് തിരിച്ചുവിടാനുള്ള കഴിവ് നമുക്കാർക്കും സ്വന്തമായി ഉണ്ട് എന്ന് ധരിച്ചു വശാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വൈദിക ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം, ഞാൻ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു വീട്ടിലേക്ക് ഒത്തുകല്യാണത്തിന് എന്നെ ക്ഷണിച്ചു. ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ, ഒരുപാട് കാലത്തിന് ശേഷം സെമിനാരിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അനുവാദം കിട്ടിയൊരു സാഹചര്യമാണ്. സന്തോഷത്തോടെ ഞാൻ ആ ഒത്തുകല്യാണത്തിലൂടെ പുറപ്പെട്ട് ചെന്നപ്പോൾ സങ്കടകരമായ ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. തലേ രാത്രി ആ കുടുംബത്തിൽ മകളുടെ ഒത്തുകല്യാണത്തിന് വേണ്ടി നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തി. ബന്ധുക്കൾ വന്നു, മിത്രങ്ങൾ വന്നു, സ്നേഹിതർ വന്നു, നാട്ടുകാർ വന്നു. അങ്ങനെ തലേ രാത്രി ഒരുപാട് ഗംഗേമമായി ഒരുമിച്ച് കൂടി. അതിനുശേഷം പിറ്റേ ദിവസത്തെ ഒത്തുകല്യാണത്തിന് വേണ്ടി വിഭവങ്ങളും വിരുന്നെല്ലാം തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഓരോ തരത്തിലുള്ള പണികൾ നടന്നുകൊണ്ടിരുന്നു. ഒരു കൂട്ടർ അപ്പം ചൂടുന്നു, ഒരു കൂട്ടർ കറിക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു, മറ്റൊരു കൂട്ടർ പന്തലും മുറ്റത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. അങ്ങനെ ഓരോ വിവാഹം തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി 12 മണി വരെ എല്ലാവരും കഠിനമായി അധ്വാനിച്ച് ഏതാണ്ട് എല്ലാ പണികളും തീർത്തു. അതിനുശേഷം ആ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തമ്മിൽ പറഞ്ഞു. അപ്പം ചൂടാണ്ടായിരുന്നവർ പറഞ്ഞു, നമുക്ക് 3 മണിക്ക് എഴുന്നേക്കണം, കള്ളപ്പം ചൂടാൻ 3 മണിക്ക് എഴുന്നേറ്റ് അപ്പം ചൂടാൻ ആരംഭിക്കണം. കറി വെക്കുന്നവർ പറഞ്ഞു, നമുക്ക് ഇന്ന സമയത്ത് എഴുന്നേറ്റ് കറി വെക്കാൻ ആരംഭിക്കണം. ഇങ്ങനെ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഉറങ്ങാൻ കിടന്നു. 3 മണിയായപ്പോൾ അപ്പം ചൂടാനുള്ളവർ എഴുന്നേറ്റു. അങ്ങനെ 3 മണിക്ക് അപ്പം ചൂടാൻ ആരംഭിച്ചപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ ചങ്കുവേദന വരുന്നു. ഉടനെ അല്പം ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു. 5-10 മിനിറ്റിനുള്ളിൽ ആ കുടുംബനാഥൻ മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കുട്ടുകങ്ങൾ, വലിയ പാത്രങ്ങൾ നിറയെ മാവ് കുഴച്ച് അപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വലിയ പാത്രങ്ങൾ നിറയെ കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒത്തുകല്യാണത്തിനുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ വെളുപ്പിന് കുടുംബനാഥൻ മരിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. തലേ ദിവസം രാത്രി